السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മോശമായ സ്വാധീനങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അതിൽപ്പെട്ട വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് നമ്മുടെ തിന്മകൾ നമ്മുടെ ഇബാദത്തുകളെ കാര്യമായി ബാധിക്കും എന്നുള്ളത്. ആ തിന്മകൾ ഇബാദത്തിന് തടസ്സമായി തീരും. ഒന്നല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. അതല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാകും, പക്ഷേ ആസ്വദിച്ചുകൊണ്ട് ജീവനുള്ള ഇബാദത്തുകൾ നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. ഇത് തിന്മകളുടെ വളരെ ഗുരുതരമായ ഒരു സ്വാധീനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ഒരു അടിമ അവനൊരു തിന്മ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്നാണ്. ഫഇൻ ഹുവ താബ വറജഅ വസ്തഗ്ഫറ സുഖില ഖൽബുഹു. ഇനി അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയാൽ അവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ഇനി ഫഇൻ സീദ അലൈ, വീണ്ടും ഒരുപാട് തിന്മകൾ വർദ്ധിപ്പിച്ചു, തൗബയും ഇസ്തിഗ്ഫാറും ഒന്നും ചെയ്തില്ല എങ്കിൽ ഈ കറുത്ത പുള്ളി അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ്റെ ഹൃദയം ഒന്നാകെ മലീമസമാകും. ആ ഹൃദയത്തിന് തിന്മകളുടെ കറ ബാധിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിന് മറയിടുമെന്നാണ്. കല്ലാ ബൽ അറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് മറയിട്ടു എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പിന്നീട് ഖൈർ ഏതാണ് ഷർറ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നന്മകൾ ചെയ്യുവാൻ ഇബാദത്തുകൾ ചെയ്യുവാൻ താല്പര്യമുണ്ടാവുകയില്ല. ഇനി ഇബാദത്തുകൾ ചെയ്താൽ തന്നെ ആ ഇബാദത്തുകൾക്ക് ജീവനുണ്ടാവുകയില്ല, അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, തിന്മകൾ അവൻ്റെ ഹൃദയത്തിനെ കറ പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത് തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റമദാൻ മാസം ഷഹ്റു തൗബതി വൽ ഗുഫ്റാൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടേണ്ടതിൻ്റെയും തൗബ ചെയ്യേണ്ടതിൻ്റെയും മാസമാണ്. അപ്പോൾ തൗബയുടെ കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിനെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഇബാദത്തുകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഒരു പക്ഷേ നമ്മളെ തിന്മകളുടെ ഫലം കാരണമായിരിക്കും. നമ്മുടെ ഹൃദയം ശുദ്ധിയാകണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് തൗബയാണ്. തൗബ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും. ഇബാദത്തുകൾ ചെയ്യുവാനുള്ള ആവേശമുണ്ടാകും. ഇബാദത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. റമദാൻ മാസമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ആലോചിച്ചു നോക്കുക, തൗബ ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അഥവാ അതല്ലെങ്കിൽ തൗബ അത് നീട്ടിക്കൊണ്ടു പോവുകയാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, തൗബ ചെയ്യൽ വൈകിപ്പിച്ച് അത് നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് മറ്റൊരു തൗബക്ക് കാരണമാകുന്നൊരു തെറ്റാണ്. തൗബ അതൊരിക്കലും അത് വൈകിപ്പിച്ചുകൂടാ. തൗബ അത് ചെയ്യുവാൻ തീരുമാനിച്ചാൽ ഉടനെ ചെയ്യണം. എത്ര ആളുകളാണ് തൗബ ചെയ്യാൻ തീരുമാനിക്കുകയും
പിറ്റേന്ന് നന്നാവാം, നാളെ തൗബ ചെയ്ത് മടങ്ങാം എന്ന് ഉദ്ദേശം മനസ്സിൽ വെച്ച് കിടന്നുറങ്ങിയ ആളുകൾ പലപ്പോഴും പിറ്റേന്ന് നേരം പുലർന്നിട്ടില്ല. അപ്പോൾ പിന്നീടാകാം എന്നുള്ളൊരു ചിന്ത, അങ്ങനെയുള്ളൊരു കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം. സലഫുകൾ പറഞ്ഞതയക്കണം, ഇയ്യാക വസൗഫ, പിന്നീട് എന്നുള്ളതിനെ നീ സൂക്ഷിക്കുക. കാരണം ഫഇന്നഹാ മിൻ ജുനൂദി ഇബ്ലീസ്, അത് ഇബ്ലീസിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. ഇബ്ലീസിൻ്റെ വലിയൊരു കുതന്ത്രമാണത്. തൗബ ചെയ്യാൻ വൈകിപ്പിച്ച് അങ്ങനെ നന്മകളിൽ നിന്ന് പിറകോട്ടടിപ്പിക്കുന്നത് ഇബ്ലീസിൻ്റെ കുതന്ത്രമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. തൗബ അത് നമ്മൾ പെട്ടെന്നാക്കണം എന്നുള്ളതാണ്. തൗബ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അൽ ഇഖ്ലാഉ അനിദ്ദുനു, ഒന്നാമത്തേത് അന്നദം, ചെയ്തു പോയ തിന്മകൾ അതിൻ്റെ പേരിൽ അതിയായി ഖേദിക്കുക. ചെയ്തു പോയല്ലോ, സംഭവിച്ചു പോയല്ലോ എന്നതിൻ്റെ പേരിൽ ഖേദമുണ്ടാകുക. അത് തൗബയുടെ ഒന്നാമത്തൊരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നദമു ഹുവ തൗബ, ഖേദമുണ്ടാകുക എന്നുള്ളത് തന്നെ തൗബയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ തൗബയുടെ ഒന്നാമത്തെ പടി ചെയ്തു പോയ തിന്മകൾ അതിൻ്റെ പേരിൽ അങ്ങേറ്റം ഖേദിക്കുക. രണ്ടാമത്തേത് അൽ ഇഖ്ലാഉ അനിദ്ദുനൂബ്, തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുക. തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹറാമുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൗബ ചെയ്യുക എന്നുള്ളത് കാപഢ്യമാണ്, അത് ആത്മാർത്ഥതയില്ലാത്ത തൗബയാണ്. തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുക. മൂന്നാമത്തേത് അൽ അസ്മു അല അല്ലാ യഊദ ഇലൈ, ഇനി ആ തിന്മകളിലേക്ക് തിരിച്ചു പോകില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കുക. ഇത് 3ആണ് തൗബ എന്ന് പറഞ്ഞാൽ. ഇത് 3ഉം ഒരുവനിൽ സംഗമിച്ചു കഴിഞ്ഞാൽ അവനിൽ തൗബ സംഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. തൗബ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? അള്ളാഹു പറയാണ്, മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്നാണ്. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നിങ്ങൾ അവൻ പ്രവേശിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ തൗബക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്മിനീങ്ങളെ പ്രേരിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, തൗബ ചെയ്ത ഒരുവൻ അവന് തിന്മകളില്ലാത്തവനെ പോലെയാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ രൂപത്തിൽ ആത്മാർത്ഥമായി ഈ 3 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് തൗബ ചെയ്താൽ അവൻ പിന്നെ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ്, തിന്മയില്ലാത്തവനെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൃദയം ശുദ്ധിയാകും. ഹൃദയം ശുദ്ധിയായാൽ പിന്നീട് സ്വാഭാവികമായും നന്മകൾ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, കുല്ലു ബനി ആദമ ഖത്താ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, മനുഷ്യന്മാരെല്ലാവരും അബദ്ധങ്ങൾ, തിന്മകൾ, തെറ്റുകൾ സംഭവിക്കുന്ന ആളുകളാണ്. മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു പ്രകൃതിയാണത്. നമ്മൾ മലക്കുകളല്ല, തിന്മകൾ സംഭവിക്കും. പക്ഷേ ആ തിന്മകൾ സംഭവിക്കുന്ന ആളുകളിൽ ഏറ്റവും ഖൈറായ ആളുകളാരാ? അത്തവ്വാബൂൻ, അവർ തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തൗബ അത് കഴിഞ്ഞുപോയ തിന്മകളെയെല്ലാം ഇല്ലാതെയാക്കും. എല്ലാ തിന്മകളെയും ഇല്ലാതെയാക്കുന്ന ഒരേ ഒരു നന്മ അത് തൗബ മാത്രമാണെന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഷിർക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും തൗബ ചെയ്ത് കഴിഞ്ഞാൽ. ഒരുവനിൽ ഷിർക്ക് സംഭവിച്ചു, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി അവൻ തൗബ ചെയ്തു മടങ്ങിയാൽ ഏറ്റവും വലിയ തിന്മയായ ഷിർക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അല്ലെ, നസാറാക്കളുടെ അപരാധങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്. നസാറാക്കൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം,
നസ്രാണികൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞു ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മൂന്നിലൊരുവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. ഇവരുടെ ഈ അപരാധമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു ചോദിക്കുകയാണ് അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂന, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർ തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ അവർ? അതുപോലെ തന്നെ അവരുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് അള്ളാഹു പറയാൻ. നോക്കൂ, അവരുടെ ഈ കടുത്ത അപരാധം അതിനുശേഷവും അള്ളാഹു തൗബ ചെയ്ത് മടങ്ങുവാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയാൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു അറിയിക്കുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അമാ അലിംത യാ അംർ അന്ന തൗബത തഹ്ദിമു മാ കാന ഖബ്ലഹാ. അംർ, നിനക്കറിയില്ലേ തൗബ അതിന് മുമ്പുള്ളതെല്ലാം തൗബ അത് പൊളിച്ചു കളയും, അതിനു മുമ്പുള്ള തിന്മകളെയെല്ലാം തൗബ ഇല്ലാതെയാക്കും എന്ന് അംർ താങ്കൾക്കറിയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബ ചെയ്യാൻ ഒരിക്കലും നമ്മൾ ലജ്ജിക്കേണ്ടതില്ല. എങ്ങനെയാണ് കഴിഞ്ഞുപോയ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുക? അതിന് മാത്രം തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നൊരു ലജ്ജ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട് എങ്കിൽ അത് പിശാചിൻ്റെ കുതന്ത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ലജ്ജ വേണമെങ്കിൽ ലജ്ജ ശരിക്കും നമുക്ക് ആവശ്യം എവിടെയാണ്? തിന്മകൾ ചെയ്യുമ്പോഴാണ് ലജ്ജ ആവശ്യം. അതല്ലാതെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാൻ നമുക്ക് ലജ്ജ ആവശ്യമില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മാതാക്കളെ ഉദരത്തിലാകുന്ന അന്ന് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാം. നമ്മുടെ രഹസ്യവും പരസ്യവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും എല്ലാം അല്ലാഹു കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ആ റബ്ബിനോട് നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കാൻ, തിന്മകൾ പുറത്തു തരാൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്നത് നമുക്ക് എന്തിനാണ് ലജ്ജ? ലജ്ജ ശരിക്കും അത്യാവശ്യമായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാതിരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹി മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ലജ്ജിക്കുക. അള്ളാഹുവിനോട് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ലജ്ജയുണ്ടാകണം. സ്വഹാബികൾ ചോദിച്ചു, എന്താണ് യഥാർത്ഥത്തിലുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ അവയവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള ലജ്ജ. അള്ളാഹുവിനോടുള്ള യഥാർത്ഥത്തിലുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളും തിന്മയിൽ നിന്ന് രക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഇന്നഹു കാന തവ്വാബ, അല്ലാഹു അങ്ങേറ്റം തൗബ സ്വീകരിക്കുന്നവനാണ് എന്നാണ്. തൗബ ചെയ്യാനുള്ള ആഗ്രഹം, തൗബ ചെയ്യാനുള്ള മനസ്സ് അത് നൽകുന്നത് അല്ലാഹുവാണ്. അതിനുശേഷം തൗബ സ്വീകരിക്കുന്നവനും അല്ലാഹുവാണ്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്, അവൻ അവൻ്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നു. അവർ ഖേദിച്ച് മടങ്ങിയാൽ അവരെ തിന്മകൾ അല്ലാഹു മായ്ച്ചു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ കാരുണ്യമാണത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ഓരോ അടിമയുടെയും തൗബ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം സന്തോഷിക്കുമെന്നാണ്. ലല്ലാഹു അശദ്ദു ഫർഹതൻ മിൻ തൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി, ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ അല്ലാഹു കഠിനമായി സന്തോഷിക്കുമെന്നാണ്. അപ്പം നോക്കൂ, എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാനുള്ള വാതിലുകൾ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ തിന്മകൾ അത് കഴുകി വൃത്തിയാക്കുവാൻ, അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവാൻ നമ്മൾ തയ്യാറായില്ല എങ്കിൽ
നമ്മൾ ഏറ്റവും വലിയ നഷ്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, തൗബയുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, തൗബ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട മറ്റൊരു സംഗതിയാണ്, തൗബ ചെയ്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. സ്വാഭാവികമായും നന്മകൾ ചെയ്യുവാൻ, കൂടുതൽ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അങ്ങനെ തൗബ ചെയ്തതിന് ശേഷം ഈമാനിൽ അടിയുറച്ചു നിന്ന് കൂടുതൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻപുള്ള തിന്മകളെയെല്ലാം അള്ളാഹു നന്മകളാക്കി മാറ്റുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നോക്കൂ. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വൻപാപങ്ങളെക്കുറിച്ച് പറയാൻ, ശിർക്ക് പോലെ, വ്യഭിചാരം പോലെ, കൊലപാതകം പോലെയുള്ള വൻപാപങ്ങളെക്കുറിച്ച് പറയണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ഈ വൻപാപങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവൻ അതിൻ്റെ ദുഷ്ഫലം കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മാത്രമല്ല, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഇരട്ടിയായി ശിക്ഷ നൽകും. ശേഷം അള്ളാഹു പറയുന്നത്, ഇല്ലാ മൻ താബ, തൗബ ചെയ്ത ആളുകൾ ഒഴികെ. ഈ വൻപാപത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ വൻപാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത ആളുകൾ ഒഴികെ, വആമന, എന്നിട്ട് വിശ്വസിക്കുകയും ഈമാനിൽ അടിയുറച്ചു നിൽക്കുകയും, വഅമില അമലൻ സാലിഹ, ശേഷം അമലു സാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്താൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റുമെന്നാണ്. ഇത് അല്ലാഹു നൽകിയ മഹത്തായ ഓഫറാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. തൗബ, ഈ 3 കാര്യങ്ങൾ അത് ശ്രദ്ധിച്ച് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ തൗബയായി. ആ തൗബയോടൊപ്പം നമ്മൾ വർദ്ധിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളത്. ഈ തൗബയോടൊപ്പം ഇസ്തിഗ്ഫാറുകൂടി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നാളെ പരലോകത്ത് കർമ്മരേഖ കയ്യിൽ ലഭിക്കുമ്പോൾ ഒരുപാട് ഇസ്തിഗ്ഫാർ കാണാൻ സാധിച്ചവൻ, അവന് മംഗളമുണ്ട്, അവന് ആശംസകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇസ്തിഗ്ഫാറിൻ്റെ ഫായിദകളായി, അതിൻ്റെ ഉപകാരങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു മിൻ ഹമ്മിൻ ഫർജ വമിൻ കുല്ലി ദീഖിൻ മഖ്റജ. ആരെങ്കിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാപങ്ങൾ പുറത്തു തരാനുള്ള പ്രാർത്ഥനകൾ അതാരെങ്കിലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രയാസങ്ങൾ, അവൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു കൊടുക്കും, അവന് തുറവി കൊടുക്കും. അവൻ്റെ ഇടുക്കങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പം നൽകും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുക, വേഗം ചെല്ലുക, ധൃതി കൂട്ടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകേണ്ട ഒരു ആയത്താണിത്. അല്ലാഹുവിൻ്റെ റസൂലെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിനോട് തിന്മകൾ ചെയ്ത, അക്രമം ചെയ്ത ആളുകളോട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ നിന്ന് നിരാശരാകേണ്ടതില്ല. കാരണം ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ് എന്നാണ്. ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമാണ്. അപ്പോൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ എല്ലാ തിന്മകളും പൊറുക്കപ്പെട്ടവരാണ്.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, ജനങ്ങളെ അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക. ഫഇന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി മിഅത മറ, കാരണം ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു ദിവസം 100-ൽ കൂടുതൽ തവണ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാറുണ്ടായിരുന്നു എന്നാണ്. സ്വഹാബികൾ പറഞ്ഞതായിക്കാണ്, ഒരു മജ്ലിസിൽ തന്നെ 70-ൽ കൂടുതൽ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു എന്നാണ്. നോക്കൂ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ദിനേന എത്ര തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇസ്തിഗ്ഫാർ ചെയ്യണം, എത്രത്തോളം തൗബ ചെയ്യണം. ഇസ്തിഗ്ഫാറിനും തൗബക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ, നമ്മുടെ മരണം വരെ അവസരം നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. അതിനുള്ള വാതിലുകൾ തുറന്നു തന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് റമളാൻ മാസത്ത് അത് ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും മാസമാണ്. ഇസ്തിഗ്ഫാറിന് ഏറ്റവും അനുയോജ്യമായ സമയമായി പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം. ഇസ്തിഗ്ഫാറിന് ഏറ്റവും അനുയോജ്യമായ സമയമെന്നാൽ അത് അത്താഴത്തിൻ്റെ സമയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ അവർ ഇസ്തിഗ്ഫാറിലായിരിക്കും. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും അവർ എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 1-2 തവണ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അത്താഴത്തിൻ്റെ സമയം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞ ഹദീസിൽ ഖുദുസിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ 1/3 അവശേഷിക്കുമ്പോൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നിട്ട് അള്ളാഹു ചോദിക്കും, മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് പാപമോചനം തേടാനുള്ളത്, അവന് ഞാൻ പുറത്തു നൽകാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത്താഴത്തിൻ്റെ സമയത്താണ് എന്നാൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രി നിസ്കരിക്കാൻ ആരംഭിക്കും. എന്നിട്ട് രാത്രി നിസ്കാരം ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൃത്യനായ ഗുലാമായ നാഫിഅനെ വിളിക്കും. യാ നാഫിഅ അസ്ഹർന, നാഫിഅ അത്താഴത്തിൻ്റെ സമയമായോ എന്ന് ചോദിക്കും. അപ്പം നാഫിഅ പറയും, ഇല്ല ആയിട്ടില്ല. അദ്ദേഹം വീണ്ടും നിസ്കാരം തുടങ്ങും. വീണ്ടും ചോദിക്കും, നാഫിഅ അസ്ഹർന, നാഫിഅ അത്താഴത്തിൻ്റെ സമയമായോ? ഇല്ല, അത്താഴത്തിൻ്റെ സമയമായിട്ടില്ല. അങ്ങനെ നാഫിഅ പോയി അത്താഴത്തിൻ്റെ സമയമായി എന്ന് പറയുന്നത് വരെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അത്താഴത്തിൻ്റെ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിസ്കാരം ഉപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇസ്തിഗ്ഫാറുമായി മുന്നിടുമെന്നാണ്. കാരണം വന്നുപോയ നന്മകൾ, അത് ചെയ്യുന്ന കാര്യത്തിൽ വന്ന വീഴ്ചകൾ, കുറവുകൾ നികത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ ഈ സമയം നമ്മൾ മുതലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ മാസം അത് കടന്നു പോകുമ്പോഴേക്കും ശുദ്ധമായ ഹൃദയത്തോടുകൂടി തൗബകൾ ചെയ്ത് ഹൃദയത്തിൽ പിടിച്ച തിന്മകളുടെ കറകൾ കഴുകിക്കളയുവാൻ നമ്മൾ പരിശ്രമിക്കുക. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുവാൻ, അത് മുഖേന കണക്കില്ലാത്ത പ്രതിഫലവും പാപമോചനവും ഒരുപാട് നേട്ടങ്ങളും കൊയ്തെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ റമദാൻ അത് വലിയ അവസരമാണ്. തൗബ ചെയ്യുവാൻ, ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ, അത് ശീലമാക്കുവാൻ, ഒരു പതിവാക്കുവാൻ വലിയൊരു അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.